യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ അവളെ വഴക്ക് പറയെ ഉപദേശിക്കൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എപ്പോഴും ഒരു കരുതലുണ്ടാവണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ തൽക്കാലം നീ ഇതൊന്നും അവളോട് ചോദിക്കണ്ട. ഒന്നും നിന്നോട് പറയില്ലെന്ന് ധാരണയില്ല അവളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇനി അച്ഛനോടുള്ള അവളുടെ വിശ്വാസം കൂടി നഷ്ടപ്പെടുത്തണ്ട. എന്താടോ ചന്ദ്രേട്ടാ, തെറ്റുപറ്റിയത് എനിക്കാണോ? ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ പുതിയ കുട്ടികളുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പുതിയതായാലും പഴയതായാലും നീ അവൾക്ക് അമ്മയും അവള് നിനക്ക് മകളുമാണ്. കാലത്തിനൊപ്പം മാറ്റം കഴിയുന്നല്ലോ ആ ബന്ധം. തെറ്റ് കണ്ടാൽ നീ അവളെ ഇനിയും തിരുത്തണം, ശിക്ഷിക്കണം. പക്ഷെ എന്തിനാ നീ അവളെ തിരുത്തുന്നെന്നും ശിക്ഷിക്കുന്നെന്നും അവളെ തിരിച്ചറിയണം. അതാ പ്രധാനം. നിന്റെ എന്റെയൊക്കെ 16 വയസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇതിലും വലിയ വാശിക്കാരായിരുന്നില്ലേ നമ്മളൊക്കെ. പിന്നെന്താ നമ്മുടെ മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നേ? നമ്മുടെ മക്കളിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടാ മതി. അപ്പോ നമുക്ക് വരെ മനസ്സിലാവും നന്ദിതേ. കരയണ്ട. ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തല്ല. തിരുത്താനാവാത്തൊന്നും നീയോ അവളോ ചെയ്തിട്ടുമില്ല. നാളെ ഉണരുന്നത് നീ അവളുടെ നല്ല അമ്മയായിട്ടാവണം. അവള് പറയാതെ അവളെ മനസ്സിലാക്കുന്ന അവളുടെ അമ്മ. മോളെ, മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അമ്മ ഇനി മോളെ അടിക്കില്ല. ഒന്നിനും ഒരു നിയന്ത്രണവും പറയില്ല. അമ്മയ്ക്ക് അമ്മയുടെ തെറ്റുകൾ മനസ്സിലായി. പക്ഷേ മോൾ അമ്മയ്ക്കൊരു വാക്ക് തരണം. നിന്റെ പ്രായത്തിനും സംസ്കാരത്തിനും ചേരാത്തതൊന്നും നീ ഇനി ചെയ്യില്ലെന്ന്. വേണ്ട, നീ ഒന്നും പറയണ്ട. അമ്മയ്ക്ക് നിന്നെ വിശ്വാസമാ. ദാ, നിന്റെ ഫോൺ നീ വെച്ചോ. അമ്മ, ഞാൻ പറഞ്ഞില്ലേ ഒന്നും പറയണ്ടാന്ന്. എന്റെ മോളെ അമ്മയ്ക്കറിയാം.
അജേട്ടൻ എന്താ ഇത്രയും വൈകിയത്? ഓ, ഒന്നും പറയണ്ട എന്റെ മോളെ. ആ അമൃത വരുത്തി വെച്ച ഓരോ വിനകളെ അവളെ ഹരുണം പറയാതെ മുങ്ങിക്കളഞ്ഞ്. ഞാൻ ചന്ദ്രനോട് അവളെ അന്വേഷിച്ചു പോയതാ. എന്തൊക്കെ പറഞ്ഞാലും കൂടപ്പുറപ്പല്ലേ മോളെ. ഒരാവശ്യം വരുമ്പോ ഒഴിവാക്കാൻ പറ്റുമോ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? അവര് വിളിച്ചായിരുന്നോ നന്ദിയെടുത്തി? ഇല്ല, ഇവിടെയുള്ള നിങ്ങളുടെ ഏട്ടത്തി പറഞ്ഞു. ആര്? കാവേരിയെടുത്തിയോ? അയ്യേ, എന്നിട്ട് നിങ്ങൾ തമ്മി മിണ്ടിയാ? ഞാൻ മിണ്ടാനൊന്നും പോയില്ല. എന്നോട് ഇങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടാൻ വന്നു. എന്നിട്ട് മോള് വില കളഞ്ഞോ? ഞാൻ തറുതാല പറഞ്ഞു വിട്ടു. അതേതായാലും നന്നായി. അല്ല, അന്വേഷിച്ചു പോയിട്ട് അവളെ കിട്ടിയോ? കിട്ടി. എവിടെ പോയതാ അവള്? ഓ, അതൊന്നും പറയണ്ട. ആ പെണ്ണ് ശരിയല്ലെന്നേ. അവള് തള്ളയുടെ ഏതാണ്ടൊക്കെ പറഞ്ഞ് പിണങ്ങിറങ്ങി പോയതാ. ബാക്കിയുള്ളതിന് പണിയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ഒടുക്ക എവിടെ നിന്ന് കിട്ടി? സാധാരണ ഈ വീട്ടിലെ എല്ലാ സംഭവങ്ങളും ചെന്ന് അവസാനിക്കുന്ന ഒരിടത്ത് തന്നെയാണല്ലോ. ഈ കഥയുടെ അവസാനവും അവിടെ തന്നെ. മനസ്സിലായില്ലേ മോക്ക്? ഹരിയും ജനനിയും കടലിൽ ചാടി ചാവാൻ പോയ പെണ്ണ് ഒടുക്കം ചെന്ന് ചാടിയത് അവരുടെ കൺമുന്നിലോട്ട്. അയ്യോ, അതെങ്ങനെയാ? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ മോളെ പറയേണ്ടത്? അതങ്ങനെ തന്നെ. വിധി അല്ല എന്താ? അവിടെയും നായിക അവള്, ആ അലവലാതി ജനനി. എന്നാൽ ഈ പെണ്ണ് എന്തൊരു പരിപാടിയാ കാണിച്ചത്? ഈ നിസ്സാര കാര്യത്തിനൊക്കെ ചാവാൻ പോവാന്ന് പറഞ്ഞ? എന്റെ മോളെ, ഇപ്പോഴത്തെ പെമ്പിള്ളാരൊക്കെ അങ്ങനെയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് കയറി ചത്തുകളെ. പ്രേമനൈരാശ്യം വന്ന, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ, വീട്ടുകാർ ചീത്ത വിളിച്ച, എന്തിന് ഒരിത്തിരി സൗന്ദര്യം കുറഞ്ഞു അപ്പ കയറി തൂങ്ങിക്കളെ. ഇതിപ്പോ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാ രക്തത്തിന്റെ കുഴപ്പമാ. ചന്ദ്രേട്ട ഇതിനു മുമ്പ് എത്ര തവണ ആത്മഹത്യക്ക് നോക്കിയിട്ടുണ്ട്. അത് കണ്ടല്ലേ മോള് വളർന്നത്. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഞാനതങ്ങ് ഓർത്തില്ല. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ ഓർമ്മശക്തിയൊന്നും ഞങ്ങൾ പാവ ആണുങ്ങൾക്കില്ലേ. മോള് വാ, ഏട്ടന് വല്ലാതെ വിശക്കുന്നു. കാലത്ത് മുതൽ പച്ച വെള്ളം കുടിച്ചിട്ടില്ലെന്നേ. അന്വേഷണത്തോട് അന്വേഷണം അല്ലായിരുന്നോ? വാ.